ഓക്കെ, അപ്പൊ നമ്മുടെ സപ്ലിമെന്ററിയിലെ ഒരു സ്റ്റോറിയാണെന്ന് പഠിക്കുന്നത്. ഇതിന്റെ പേര് ദ ലോസ്റ്റ് ചൈൽഡ് എന്നാണ്. ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന സ്റ്റോറിയാണ് പഠിക്കുന്നത്. മുൽക്കുരാജ് ആനന്ദാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് ഇറങ്ങാം. ഓക്കെ, നോക്കാം. എ ചൈൽഡ് ഗോസ് ടു എ ഫെയർ വിത്ത് ഹിസ് പാരന്റ്സ്. He is happy and excited and wants the sweets and toys displayed there. But his parents don't buy them for him. Why then does he refuse when someone else offers them to him? അപ്പോൾ നോക്കി, എ ചൈൽഡ് ഗോസ് ടു എ ഫെയർ വിത്ത് ഹിസ് പാരന്റ്സ്. ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഒരു ഫെയറിന്, ഫെയർ എന്ന് വെച്ചാൽ നമ്മൾ ഈ മേള എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പൊ ഒരു ഫെയറിന് എന്ത് ചെയ്യാണ്? ഒരു കുട്ടി പോവുകയാണ്. ഓക്കെ, ആർക്കൊപ്പം പോകുന്നത്? അവന്റെ പാരന്റ്സിനോടൊപ്പം, അച്ഛനോടും അമ്മയ്ക്കും ഒപ്പമാണ് പോകുന്നത്. He is happy and excited and wants the sweets and toys displayed there. He is very happy and excited. അവൻ വളരെയധികം ഹാപ്പിയാണ്, അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ്, അല്ലെ? എന്താ കണ്ടിട്ട്? ആൻഡ് wants the sweets and toys displayed there. അല്ലെ? അപ്പൊ അവിടെ വെച്ചിരിക്കുന്ന സ്വീറ്റ്സും ടോയ്സും ഒക്കെ ആർക്ക് വേണം? ഇവന് വേണം. But his parents don't buy them for him. പക്ഷെ അവന്റെ പാരന്റ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അവനിത് വാങ്ങി കൊടുക്കുന്നില്ല. Why then does he refuse? പിന്നെ അവൻ എങ്ങനെ റെഫ്യൂസ് ചെയ്യും? എന്ത്? when someone else offers them to him. അല്ലെ? അപ്പോ ടോയ്സും സ്വീറ്റ്സും ഒക്കെ മറ്റൊരാൾ അങ്ങനെ വാങ്ങി കൊടുക്കാൻ നേരത്തെ അവൻ പിന്നെ അത് റെഫ്യൂസ് ചെയ്യാണ്ടിരിക്കും, അല്ലെ? അവൻ ഉറപ്പായിട്ടും അത് അവന് ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യില്ല? റെഫ്യൂസ് ചെയ്യില്ല, അല്ലെ? അപ്പൊ അച്ഛനും അമ്മയും സ്വീറ്റ്സോ ടോയ്സോ ഒന്നും മേടിച്ച് കൊടുക്കുന്നില്ല. അതുകൊണ്ട് മറ്റാൾക്കാർ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈസി ആയിട്ട് എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെ? അപ്പൊ നോക്കാം, ഇനിയാണ് കഥയിലേക്ക്. It was the festival of spring. From the wintry shades of narrow lanes and alleys emerged a gaily and clad humanity. Some walked, some rode on horses, others sat, being carried in bamboo and bullock carts. One little boy ran between his father's legs, brimming over with life and laughter. നോക്കാം, it was the festival of spring, അല്ലെ? സ്പ്രിംഗ് ടൈമിലെ, വസന്തകാലത്തിലെ ഒരു ഉത്സവമാണ്. ഓക്കെ, ഫ്രം ദ വിൻട്രി ഷെയ്ഡ്സ് ഓഫ് നാരോ ലൈൻസ്, അല്ലെ? ഇപ്പൊ നാരോ ഷെയ്ഡ്സിലൂടെ, നാരോ ലൈൻസിലൂടെ, അല്ലെ, ഇടുങ്ങിയ വഴിയിലൂടെ, എങ്ങനെയാണ്? തണുത്ത ഇടുങ്ങിയ വഴിയിലൂടെ. ആൻഡ് എലീസ് എമേർജ്ഡ് എ ഗെയിലി ക്ലാഡ് ഹ്യൂമാനിറ്റി, അല്ലെ? എന്താണ്? വളരെ ഗെയിലി എന്ന് വെച്ചാൽ എന്താണ്? ചുറുചുറുക്കുള്ള സന്തോഷവാന്മാർ, അല്ലെ? അപ്പൊ സന്തോഷത്തിൽ പൊതിഞ്ഞ് ധാരാളം ആൾക്കാർ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സം വാക്ഡ്, ചിലരൊക്കെ എന്ത് ചെയ്യാണ്? നടക്കുകയാണ്. സം റോഡ് ഓൺ ഹോഴ്സസ്, ചിലരൊക്കെ എന്ത് ചെയ്യാണ്? കുതിരപ്പുറത്ത് പോവുകയാണ്. അതേഴ്സ് സാറ്റ്, ചിലരെന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. ബീങ് ക്യാരിഡ് ഇൻ ബാംബോ ആൻഡ് ബുള്ളറ്റ് കാർട്സ്, എങ്ങനെയാണ്? അങ്ങനെ ഇരിക്കുന്നവരെ ബുള്ളറ്റ് കാർട്സിലും, അതായത് കാളവണ്ടിയിലും അല്ലെങ്കിൽ ബാംബോ കാർട്സിലും മുളവണ്ടിയിലും ഒക്കെ ആയിട്ട് ആൾക്കാർ എന്ത് ചെയ്യാണ്? ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, വൺ ലിറ്റിൽ ബോയ് റാൻ ബിറ്റ്വീൻ ഹിസ് ഫാദേഴ്സ് ലെഗ്സ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഒരു കൊച്ചുകുട്ടി എന്ത് ചെയ്യാണ്? അവന്റെ അച്ഛന്റെ കാലിന്റെ അടിയിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഓടി ഓടി കളിക്കുകയാണ്. ബ്രിങ്ങിങ് ഓവർ വിത്ത് ലൈഫ് ആൻഡ് ലാഫ്റ്റർ, അല്ലെ? ഹി വാസ് വെരി ഹാപ്പി. ബ്രിങ്ങിങ് ഓവർ വിത്ത് ലൈഫ് ആൻഡ് ലാഫ്റ്റർ, അല്ലെ? അവന്റെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, അല്ലെ, ഉത്സാഹഭരിതനായി അവൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഓടി നടക്കുക. കം ചൈൽഡ് കം, called his parents as he lagged behind, fascinated by the toys in the shops that lined them. കം ചൈൽഡ് കം, വരൂ മോനെ വരൂ. called his parents, അവന്റെ പാരന്റ്സ് അവനെ വിളിച്ചു. as he lagged behind, കാര്യം എന്താണ്? അവൻ ലാഗായി എന്ന് വെച്ചാൽ എന്താണ്? സ്ലോ ആയി, അല്ലെ? ബിഹൈൻഡ്, പിറകിൽ. ഫാസിനേറ്റഡ് ബൈ ദ ടോയ്സ്, എന്താണ്? ടോയ്സ് കണ്ട്, കളിപ്പാട്ടങ്ങൾ കണ്ട് അവൻ എന്ത് ചെയ്തു? ഫാസിനേറ്റഡ് ആയി. ഫാസിനേറ്റഡ് മീൻസ് അട്രാക്റ്റഡ്, അല്ലെ? ആകർഷിക്കപ്പെട്ടു. ബൈ ദ ടോയ്സ് ദ ഷോപ്സ് ദാറ്റ് ലൈൻഡ് ദ വേ, അല്ലെ? അപ്പൊ വരിയിലെ കടകളിലെല്ലാം ടോയ്സ് കിടക്കുന്നത് കണ്ട് അവൻ എന്ത് ചെയ്തു? വളരെയധികം ഫാസിനേറ്റഡ് ആണ്. ഹി ഹറിഡ് ടുവാർഡ്സ് ഹിസ് പാരന്റ്സ്, his feet obedient to their call, his eyes still lingering on the receding toys. As he came to where they had stopped to wait for him, he could not suppress the desire of his heart, even though he well know the old, cold stare of refusal in their eyes. I want that toy, he pleaded. His father looked at him red-eyed in his familiar tyrant's way. His mother, melted by the free spirit of the day, was tender and giving him her finger to hold, said, "Look, child, what is before you?" It was a flowering mustard field, pale like a melting gold as it swept across miles and miles of even light. Okay. He hurried towards his parents. അല്ലെ? അപ്പൊ എന്താണ്? വിളിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തു? അവൻ വേഗത്തിൽ എന്ത് ചെയ്തു? ഓടിച്ചു. His feet, അവന്റെ കാലുകൾ എങ്ങനെയായിരുന്നു?
ഒബീഡിയന്റ് ടു ദെയർ കോൾ, അവരുടെ വിളിക്ക് ഒബീഡിയന്റ് ആയിരുന്നു, ഒബീഡിയന്റ് അനുസരണം അല്ലെ. അപ്പൊ എന്താണ്, അവന്റെ കാലുകൾ എപ്പോഴും അവരുടെ ആ കോളിനെ, ആ വിളിയെ എന്ത് ചെയ്തിരുന്നു, അനുസരിച്ചു അല്ലെ, ഒബേ ചെയ്തു. His eyes still lingering on the receding toys. His eyes, അവന്റെ കണ്ണുകൾ ഇപ്പോഴും ലിങ്കർ എന്ന് വെച്ചാൽ പറ്റി പിടിച്ചിരിക്കുകയാണ് അല്ലെ. എന്ത് ചെയ്യാണ്, his eyes still linger on the receding toys അല്ലെ, പിറകിലെ ടോയ്സിലായിരുന്നു ഇപ്പോഴും അവന്റെ കണ്ണുകൾ ഉറപ്പിച്ചിരുന്നത്. As he came to where they had stopped to wait for him അല്ലെ. അപ്പൊ അവര് കാത്തു നിൽക്കുന്ന സ്ഥലം എത്തിയപ്പോഴേക്കും he could not suppress, അവനെ സപ്രസ് ചെയ്യാൻ, അടിച്ചമർത്താൻ, താഴ്ത്തി വെക്കാൻ കഴിഞ്ഞില്ല. എന്താണ്, the desire of his heart, അവന്റെ ഹാർട്ടിലെ ഡിസയർ അല്ലെ, അവന്റെ ഹൃദയത്തിലെ ആ ആഗ്രഹം അവന് അമർത്തി വെക്കാൻ സാധിച്ചില്ല. ഈവൻ ദോ ഹി വെൽ നോ ദ ഓൾഡ് കോൾഡ് സ്റ്റെയർ ഓഫ് റെഫ്യൂസൽ ഇൻ ദെയർ ഐസ് അല്ലെ, എങ്ങനെ ആയിരുന്നെങ്കിൽ കൂടിയും അവരുടെ കണ്ണുകളിലെ ആ കോൾഡ് റെഫ്യൂസൽ അല്ലെ, ആ ഓൾഡ് കോൾഡ് റെഫ്യൂസൽ എന്താണ്, നിരസിക്കുക അല്ലെ. അപ്പൊ എന്താണ്, അവർ അത് നിരസിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു എങ്കിൽ കൂടിയും അവൻ എന്ത് ചെയ്തു, അവരോട് ആ ആഗ്രഹം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്താണ് ചെയ്തത്, ഐ വോണ്ട് ദാറ്റ് ടോയ്, ഹി പ്ലീഡഡ് അല്ലെ, അവൻ കെഞ്ചി, ഐ വോണ്ട് ദാറ്റ് ടോയ്, എനിക്ക് ആ കളിപ്പാട്ടം വേണം. ഹിസ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഹിം റെഡ് ഐഡ്, അവന്റെ അച്ഛൻ എന്ത് ചെയ്തു, റെഡ് ഐഡ് ആയിട്ട് കണ്ണുകൾ ചുവപ്പിച്ച് അവനെ ദേഷ്യത്തോടു കൂടി നോക്കി. ഇൻ ഹിസ് ഫെമിലിയർ ടിറൻസ് വേ, എങ്ങനെയാണ്, സ്ഥിരമായിട്ടുള്ള ഒരു ടിറന്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്വേച്ഛാധിപതി, ഏകാധിപതി എന്നൊക്കെ പറയും, അതിനെയാണ് ടിറന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ടിറന്റ് എന്ന്. അപ്പൊ ഒരു ടിറന്റിനെ പോലെ എന്ത് ചെയ്തു, അവന്റെ അച്ഛൻ അവനെ നോക്കി. എന്നിട്ടോ ഹിസ് മദർ, അവന്റെ അമ്മയാണെങ്കിലോ, മെൽറ്റഡ് ബൈ ദ ഫ്രീ സ്പിരിറ്റ് ഓഫ് ദ ഡേ വാസ് ടെൻഡർ ആൻഡ് ഗിവിംഗ് ഹിം ഹർ ഫിംഗർ ടു ഹോൾഡ് അല്ലെ. അവന്റെ അമ്മ അവനെ വഴക്കൊന്നും പറഞ്ഞില്ല, പകരം എന്ത് ചെയ്തു, അവന്റെ ഫിംഗർ ഇങ്ങനെ നീട്ടി ഇതിനു വേണ്ടിയിട്ടാണ്, പിടിച്ച് നടക്കാൻ വേണ്ടി. ലുക്ക് ചൈൽഡ് വാട്ട് ഈസ് ഇറ്റ് ബിഫോർ യു, എന്നിട്ട് പറഞ്ഞു എന്താണ്, ലുക്ക് ചൈൽഡ് വാട്ട് ഈസ് ഇറ്റ് ബിഫോർ യു, ദാ നോക്കിയേ നിന്റെ മുന്നിൽ എന്താണെന്ന്. ഇറ്റ് വാസ് എ ഫ്ലവറിംഗ് ഓഫ് മസ്റ്റാർഡ് ഫീൽഡ്, എന്താണ് മസ്റ്റാർഡ് ഫീൽഡ് അല്ലെ, കടുക് എന്താണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇവിടെ പൂത്തു നിൽക്കുന്നത് അവരുടെ ഫ്രണ്ടിലുണ്ടാവും. Pale like melting gold as it is swept across miles and miles of human land അല്ലെ, ഒരു ലാൻഡിന്റെ മൈൽസ് ആൻഡ് മൈൽസ് അല്ലെ, ഒരുപാട് ദൂരം ഇങ്ങനെ പടർന്ന് കിടക്കുന്ന എന്ത്, ഫ്ലവറിംഗ് മസ്റ്റാർഡ് ഫീൽഡ്. ഇറ്റ് വാസ് എ ഗ്രൂപ്പ് ഓഫ് ഡ്രാഗൺ ഫ്ലൈസ് were bustling about on their gaudy purple wings, intercepting the flight of a lone black bee or butterfly in search of sweetness from the flowers. The child followed them in the air with his gaze, till one of them would still its wings and rest, and he would try to catch it, but it would go flapping up into the air. When he had almost caught it in his hands, then his mother gave a cautionary call, "Come child, come onto the footpath." Okay. A group of dragon flies അല്ലെ, എന്ത് ചെയ്യാണ്, ഡ്രാഗൺ ഫ്ലൈസ് അല്ലെ, തുമ്പികൾ എന്ത് ചെയ്യാണ്, were bustling about on their gaudy purple wings അല്ലെ. അവിടെ പേർപ്പിൾ വിങ്സ് അല്ല, പേർപ്പിൾ കളറുള്ള ഗോഡി എന്ന് വെച്ചാൽ എന്താണ്, വർണ്ണശബളമായ മനോഹരമായ ചിറകുകൾ വിടർത്തി എന്ത് ചെയ്യാണ്, പറക്കുകയാണ് അല്ലെ. Intercepting the flight of a lone blackbee or butterfly in search of sweetness from the flowers. എന്ത് ചെയ്യാണ്, they were intercepting എന്ന് വെച്ചാൽ എന്താണ്, തടസ്സം ചെയ്യുക അല്ലെ, ശത്രുവിനെ മറികടക്കുക എന്നൊക്കെയാണ് അർത്ഥം അല്ലെ. അപ്പൊ എന്താണ്, അതുവഴി ഒരു ബിയോ ബട്ടർഫ്ലൈയോ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ദ ബിയോ ബട്ടർഫ്ലൈ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ഇൻ സെർച്ച് ഓഫ് സ്വീറ്റ് ഫ്രം ദ ഫ്ലവേഴ്സ് അല്ലെ. അപ്പൊ ഫ്ലവേഴ്സിൽ നിന്ന് എന്ത്, ഹണി തേടി വന്ന ഈ ബട്ടർഫ്ലൈനെ അല്ലെങ്കിൽ ഈ ബീസിനെ എന്ത് ചെയ്യാണ്, ഇന്റർസെപ്റ്റ് ചെയ്യാണ്, തടയുകയാണ്. ആരെന്ന് വെച്ചാൽ ഈ ഡ്രാഗൺ ഫ്ലൈസ് എല്ലാം കൂടി. എന്നിട്ടോ the child followed them in the air with his gaze അല്ലെ, അവൻ എന്ത് ചെയ്തു, അവന്റെ കണ്ണുകൾ ഈ എയറിലൂടെ ഇങ്ങനെ പായിച്ചു അല്ലെ. അപ്പൊ ഈ തുമ്പികളെ നോക്കി അവൻ ഇങ്ങനെ നടക്കുന്നത്. till one of them would still its wings and rest അല്ലെ, ഒരു തുമ്പി എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചിറക് വിടർത്തി പക്ഷെ എന്ത് ചെയ്യാണ്, റെസ്റ്റ് ചെയ്യുകയാണ്. and he would try to catch it, അവൻ അപ്പൊ എന്ത് ചെയ്യാൻ ശ്രമിച്ചു, അതിനെ പിടിക്കാൻ ശ്രമിച്ചു. but it would go fluttering, പക്ഷെ അത് ചിറകടിച്ച് പറന്നു. ഫ്ലാപ്പിംഗ് അപ്പ് ഇൻ ടു ദ എയർ അല്ലെ, എങ്ങനെയാണ്, ചിറക് വിടർത്തി അന്തരീക്ഷത്തിലേക്ക് പറന്നു. വെൻ ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് ഇറ്റ് ഇൻ ഹിസ് ഹാൻഡ്സ്, അവന്റെ കൈകളിൽ ഏകദേശം അത് എത്തിയപ്പോ ഹിസ് മദർ ഗേവ് എ കോഷണറി കോൾ അല്ലെ, അവന്റെ അമ്മ എന്ത് ചെയ്തു, കോഷണറി ആയിട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സൂചന പോലെ അവനെ വിളിച്ചു. കം ചൈൽഡ് കം ഔട്ട് ടു ദ ഫുട്പാത്ത് അല്ലെ, വരൂ എവിടേക്ക്, ഫുട്പാത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു. ഹി റാൻ ടുവാർഡ്സ് ഹിസ് പാരന്റ്സ് ഗെയിലി ആൻഡ് വാക്ക്ഡ് അബ്രസ്റ്റ് ഓഫ് ദം ഫോർ എ വൈൽ. Being, however,
soon left behind, attracted by the little insects and worms along the footpath that were teeming out from their hiding places to enjoy the sunshine. Come, child, come, his parents called from the shade of a grove where they had seated themselves on the edge of a well. He ran towards them. A shower of young flowers fell upon the child as he entered the grove, and forgetting his parents, he began to gather the raining petals in his hands. But lo, he heard a cooing of doves and ran towards his parents, shouting, "The dove, the dove!" The raining petals dropped from his forgotten hands. "Come, child, come," they called to the child, who had now gone running in wild capers around the banyan tree, and gathering him up they took the narrow, winding footpath which led to the fair through the mustard fields. He ran towards the parents. അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് അവൻ ഓടിച്ചു. And he walked abreast of them for a while. എന്നിട്ടോ കുറച്ചു നേരം അവർക്ക് മുന്നിൽ നടന്നു. And however soon left behind. വീണ്ടും അവൻ എന്തായി? പിറകിൽ തന്നെയാണ്. Attracted by the little insects and worms along the footpath that were steaming out from their hiding places to enjoy the sunshine. കാരണം എന്താണ്? He was attracted. അവൻ ആകർഷിക്കപ്പെട്ടു. By the little insects, ചെറിയ പ്രാണികളും and worms. അല്ലെ? അപ്പോ എന്താണ്? ചെറിയ പുഴുക്കളും പ്രാണികളും ഒക്കെ എന്ത് ചെയ്യാണ്? അവരുടെ ഹൈഡിങ് പ്ലേസസിൽ നിന്ന് അല്ലെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സൺഷൈൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഇതൊക്കെ നോക്കി ഇതിലൊക്കെ അട്രാക്റ്റഡ് ആയി അവൻ എന്ത് ചെയ്തു? വീണ്ടും പാരന്റ്സിന്റെ പിറകിലാണ്. അതായത് അവൻ വീണ്ടും ഇതൊക്കെ ശ്രദ്ധിച്ചു. Come, child, come, his parents called from the shade of a grove where they had seated themselves on the edge of a well. അല്ലെ, കം ചൈൽഡ് കം, അല്ലെ, വരൂ മോനെ വരൂ എന്ന് വീണ്ടും അവന്റെ പാരന്റ്സ് വിളിച്ചു. എവിടെ നിന്നാണ് വിളിച്ചത്? ഫ്രം ദ ഷെയ്ഡ് ഓഫ് എ ഗ്രോ, അല്ലെ, ഒരു കുറ്റിക്കാടിന്റെ അല്ലെങ്കിൽ കുറ്റിച്ചെടികളുടെ ഷെയ്ഡിൽ, തണലിൽ നിന്നുകൊണ്ട് വിളിച്ചു. തണലിന്റെ അടുത്തുള്ള ഒരു കിണറിന്റെ എന്താണ് വോളിൽ ഭിത്തിയിൽ കയറിയിരുന്നു കൊണ്ട് അവരിവനെ വിളിച്ചു. A shower of young flowers fell upon the child as he entered the grove. ആ ഗ്രോയിലേക്ക് കയറിയപ്പോഴോ a shower of flowers, അല്ലെ, കുറെ പൂക്കൾ എന്ത് ചെയ്തു? അവന്റെ ദേഹത്തേക്ക് വീണു. And forgetting his parents, അവന്റെ പാരന്റ്സിനെ മറന്നുകൊണ്ട് he began to gather the raining petals in his hands. അല്ലെ, ആ റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? മഴ പോലെ പെയ്യുന്ന ആ പെറ്റൽസ്, ആ ഇതളുകളെ എന്ത് ചെയ്തു? അവന്റെ കൈകളിൽ എടുത്തു. But lo, he heard the cooing of doves and ran towards his parents. അല്ലെ, പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു? he heard the cooing of doves, അല്ലെ, ഡൗസിന്റെ, മാടപ്രാവുകളുടെ ശബ്ദം കേട്ടവൻ പെട്ടെന്ന് പാരന്റ്സിന്റെ അടുത്തേക്ക് ഓടിച്ചത്. എന്നിട്ടോ ഷൗട്ട് ചെയ്യാണ്, അവരുടെ അടുത്ത് നിന്നിട്ട് ഷൗട്ട് ചെയ്തത്, "The dove, the dove, the raining petals dropped from his forgotten hands." അല്ലെ, എന്ത് ചെയ്തു? ഡൗസ് ഡൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്നപ്പോഴേക്കും കയ്യിലിരുന്ന പെറ്റൽസ് എല്ലാം കൂടി എന്ത് ചെയ്തു? താഴെ. Come, child, come, they called to the child who had now gone running in wild capers around the banyan tree. അല്ലെ, ഇപ്പൊ എന്ത് ചെയ്യാണ്? ഒരു ബനിയൻ ട്രീയുടെ ചുറ്റും അവൻ നടക്കുകയാണ്. And gathering him up they took the narrow winding footpath which led to the fair through the mustard fields. അല്ലെ, വീണ്ടും മസ്റ്റാർഡ് ഫീൽഡ്സിന്റെ ഇടയിലൂടെ അവൻ എന്ത് ചെയ്യാണ്? നാരോ വഴിയിലൂടെ, അല്ലെ, ഇടുങ്ങിയ വഴിയിലൂടെ അവരെന്ത് ചെയ്യാണ്? നടക്കുന്നത്. As they neared the village, the child could see many other footpaths full of thorns converging to the whirlpool of fire, and felt at once repelled and fascinated by the confusion of the world he was entering. A sweet-met seller hawked gulab jam, rasagula, burfi, jalebi at the corner of the entrance, and a crowd pressed around his counter at the foot of an architecture of many colored sweets, decorated with leaves of silver and gold. The child stayed open-eyed and his mouth watered for the burfi that was his favorite sweet. "I want that burfi," he slowly murmured, but he half knew as he begged that the plea would not be heeded because his parents would say he was greedy. So without waiting for an answer, he moved. As they neared the village, അവർ വില്ലേജിലേക്ക് എത്തിയപ്പോൾ the child could see, ആ കുട്ടിക്ക് എന്തായി കാണാൻ കഴിയുമായിരുന്നു? many other footpaths full of thorns converging to the whirlpool of the fair. അല്ലെ, ഒരുപാട് thorns, അല്ലെ, ഒരുപാട് എന്താണ് കടകളും അല്ലെ മറ്റു കാര്യങ്ങളിലൊക്കെ അവൻ അവിടെ കാണാം. And felt at once repelled and fascinated by the confusion of the world he was entering. അല്ലെ, അപ്പൊ അവൻ ആ കടന്നു ചെന്നിരിക്കുന്ന ആ ലോകത്തിന്റെ കൺഫ്യൂഷൻ അവൻ എന്ത് ചെയ്തു? ഫാസിനേറ്റഡ്. അല്ലെ, അപ്പൊ അവൻ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ പരിചയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവൻ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു.
എന്നാൽ അതുപോലെ തന്നെ അവൻ എന്തുമായിരുന്നു? എക്സൈറ്റഡും ആയി അല്ലെ. എ സ്വീറ്റ് മീറ്റ് സെല്ലർ ഹോപ്ഡ് അല്ലെ. അപ്പൊ എന്തുകൊണ്ട്? ഒരു സ്വീറ്റ് മീറ്റ് സെല്ലർ വിളിക്കുകയാണ്. എന്താണ്? ഗുലാബ് ജാം, രസഗുള, ബർഫി, ജിലേബി എന്നൊക്കെ ഒരു മധുര പലഹാരക്കാരൻ വിളിക്കുകയാണ്. At the corner of the entrance and a crowd pressed around his corner at the foot of an architecture of very colored sweets അല്ലെ. അപ്പൊ പല കളറിലുള്ള സ്വീറ്റ്സ് വിൽക്കുന്ന എന്ത് ചെയ്തു? ആ കോർണറിലുള്ള അയാളുടെ കടയിലേക്ക് ധാരാളം ആൾക്കാർ ചെന്നെത്തുന്നു. ഡെക്കറേറ്റഡ് വിത്ത് ലീവ്സ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് അല്ലെ. സിൽവറും അതുപോലെ തന്നെ എന്താണ്? ഗോൾഡൻ കളറിലുള്ള ലീവ്സ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ ആ കട ഡെക്കറേറ്റ് ചെയ്തു. The child stayed open-eyed and his mouth watered for the burfi that was his favorite sweet. അപ്പൊ അവിടെ ബർഫി കണ്ട് the child's mouth watered അല്ലെ. അവന്റെ നാവിൽ വെള്ളം. Because the burfi that was his favorite sweet. കാരണം എന്താണ്? ബർഫിയാണ് അവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് എന്ന് വെച്ചാൽ. I want that burfi. He slowly murmured അല്ലെ. അവൻ പതിയെ പിറുപിറുത്തു. എന്താണ്? I want that burfi. But he half knew as he begged that his plea would not be heeded because his parents would say that he was hungry അല്ലെ. പക്ഷെ അവന് പകുതി അറിയാമായിരുന്നു, അവൻ എത്രയൊക്കെ പ്ലീഡ് ചെയ്ത് കഴിഞ്ഞാലും അവന്റെ പാരന്റ്സ് എന്ത് ചെയ്യില്ല, ഒരിക്കലും അത് മേടിച്ചു കൊടുക്കില്ല. അവൻ ഗ്രീഡി, ആർത്തിപ്പണ്ടാരമാണെന്ന് പറയത്തേ ഉള്ളൂ അല്ലെ. അവൻ ഗ്രീഡി ആണെന്ന് പറയത്തേ ഉള്ളൂ എന്ന് അറിയാം. സോ വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ, അപ്പൊ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ അവൻ എന്ത് ചെയ്തു? ഈ മൂടും അവൻ നടന്നു. A flower seller hawked a garland of gulmohar, a garland of gulmohar. The child seemed irresistibly drawn. He went towards the basket where the flowers lay heaped and half murmured, I want that garland. But he well knew his parents would refuse to buy him those flowers because they would say that they were cheap. So without waiting for an answer, he moved. ഇപ്പൊ a flower seller hawked. പിന്നെ ഒരു ഫ്ലവർ സെല്ലർ വരികയാണ് അല്ലെ. അയാൾ എന്ത് ചെയ്യാണ്? A garland of gulmohar അല്ലെ. Garland of gulmohar. ഗാർലൻഡ് ഓഫ് ഗുൽമോഹർ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് വരിക. ദ ചൈൽഡ് സീംഡ് ഇറസിസ്റ്റബിളി ഡ്രോൺ അല്ലെ. ആ ചൈൽഡ് എന്ത് ചെയ്തു? കുട്ടി എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് വലിക്കപ്പെട്ടു അല്ലെ. അതായത് അവൻ അതിൽ അട്രാക്റ്റഡ് ആയി അവൻ അങ്ങോട്ട് ചെന്നു. എന്നിട്ടോ he went towards the basket where the flowers lay heaped and half mown അല്ലെ. അപ്പൊ ആ ഫ്ലവേഴ്സ് ഇരുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? അവൻ ചെന്നിട്ട് അവിടെ നിന്നും അവൻ എന്ത് ചെയ്തു? മർമർ ചെയ്തു, മന്ത്രിച്ചു. എന്താ പറഞ്ഞത്? I want that garland. എനിക്ക് ആ ഗാർലൻഡ് വേണം അല്ലെ, ആ മാല, പൂമാല വേണം. But he well know his parents would refuse to buy him those flowers. പക്ഷെ അവന് നന്നായി തന്നെ അറിയാമായിരുന്നു his parents will refuse അല്ലെ. അവന്റെ പാരന്റ്സ് ഇതും എതിർക്കും. Because they would say that they were cheap അല്ലെ. കാരണം എന്താണ്? അതൊക്കെ ചീപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരതും ഇവന് മേടിച്ചു കൊടുക്കില്ല എന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. So without waiting for an answer, he moved. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ, ഒരു ആൻസറിന് അല്ലെ, ഒരു ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അവൻ എന്ത് ചെയ്തു? അവൻ അവിടെ A man stood holding a pole with yellow, red, green and purple balloons flying from it. The child was simply carried away by the rainbow glory of their silken colors and he was filled with an overwhelming desire to possess them all. But he well knew his parents would never buy him the balloons because they would say he was too old to play with such toys. So he walked on further. ഇനി അടുത്ത കാഴ്ച അവൻ എന്താ കാണുന്നത്? A man stood holding a pole with yellow, red, green and purple balloons flying from it അല്ലെ. ഒരു പോളുമായിട്ട് നിൽക്കുകയാണ് ഒരു മനുഷ്യൻ. അതിന് എന്താണ്? യെല്ലോ, ഗ്രീൻ, പർപ്പിൾ അങ്ങനെ ഡിഫറന്റ് കളേഴ്സിലുള്ള എന്ത് ബലൂൺസ് ഇങ്ങനെ നിൽക്കുക. The child was simply carried away by the rainbow glory of their silken colors and he was filled with an overwhelming desire to possess them all. അല്ലെ. The child was simply carried away. The child was attracted by the rainbow glory of their skin. അല്ലെ. ആ മനോഹരമായ നിറങ്ങൾ അല്ലെ, റെയിൻബോ പോലെയുള്ള ബലൂൺസിന്റെ കളർ കണ്ട് അവൻ വളരെയധികം അട്രാക്റ്റഡ് ആയി. And he was filled with an overwhelming desire. അല്ലെ. ഓവർവെൽമിംഗ് എന്ന് വെച്ചാൽ അതിര് കവിയുക അല്ലെ. അതിര് കവിയുന്ന ഒരു ആഗ്രഹം അവന്റെ മനസ്സിലേക്ക് ഉണ്ടായി വന്നു. എന്താണ്? he wants to possess them all അല്ലെ. ആ എല്ലാ ബലൂൺസും ആർക്ക് വേണം? തനിക്ക് വേണമെന്നൊരു ആഗ്രഹം അവനുണ്ട്. But he well knew his parents would never buy him the balloons. പക്ഷെ അവൻ അപ്പോഴും നന്നായിട്ട് അറിയാമായിരുന്നു his parents would never buy him that balloons അല്ലെ. അവന്റെ പാരന്റ്സ് എന്ത് ചെയ്യില്ല? ഒരിക്കലും ആ ബലൂൺസ് അവന് മേടിച്ചു കൊടുക്കില്ല എന്നാണ് അറിയാം. കാര്യം എന്താ? അവർ പറയും എന്താണ്?
He was too old to play with such toys. അല്ലെ, എന്താണ് ഇത്തരം ടോയ്സ് വെച്ച് എന്താണ് കളിക്കാനുള്ള പ്രായമൊക്കെ നിനക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നവർ പറയും. So he walked on farther. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? വീണ്ടും നടന്നു. A snake charmer stood playing a flute to a snake which coiled itself in a basket. Its head raised in a graceful bend like the neck of a swan, while the music stole in its invisible ears like the gentle rippling of an invisible waterfall. The child went towards the snake charmer, but knowing his parents had forbidden him to hear such chords of music as the snake charmer played, he proceeded far. അടുത്ത അവൻ കാണുന്ന ഒരു സ്നേക് ചാമറിനെയാണ്, ഒരു പാമ്പാട്ടിയാണ്. Stood playing with a flute to a snake which coiled itself in a basket. അല്ലെ, അപ്പൊ ഒരു ബാസ്കറ്റിൽ ചുരുണ്ടിരിക്കുന്ന ഒരു എന്താണ് സ്നേക്കിന്റെ അടുത്ത് നിന്ന് അയാൾ എന്ത് ചെയ്യാണ്? ഒരു ഫ്ലൂട്ട് പ്ലേ ചെയ്യുക. Its head raised in graceful bend like the neck of a swan. അല്ലെ, ഒരു സ്വാനിന്റെ നെക്ക്, ഒരു അരയന്നത്തിന്റെ നെക്ക് പോലെ എന്ത് ചെയ്യുന്നുണ്ട്? കഴുത്ത് പോലെ ആ പാമ്പ് കഴുത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇളക്കുന്നു. While the music stole into his invisible ears. അവന്റെ കാണാൻ കഴിയാത്ത, പാമ്പിന്റെ ചെവി കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ കാണാൻ കഴിയാത്ത ചെവികളിലൂടെ എന്ത് ചെയ്യാണ്? ആ മ്യൂസിക് ഇറങ്ങി ചെല്ലുകയാണ്. അല്ലെ, എങ്ങനെയാണ്? ലൈക്ക് ദ ജെന്റൽ റിപ്ലിംഗ് ഓഫ് ആൻ ഇൻവിസിബിൾ വാട്ടർഫാൾ. അല്ലെ, ഒരു നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വാട്ടർഫാളിന്റെ, വെള്ളച്ചാട്ടത്തിന്റെ ഒരു റിപ്ലിംഗ് പോലെ, ഓളം വെട്ടൽ പോലെ, അല്ലെങ്കിൽ ശബ്ദം പോലെ എന്ത് ചെയ്യാണ്? അവന്റെ കാണാൻ കഴിയാത്ത ചെവികളിലേക്ക് ഈ സംഗീതം അരിച്ചിറങ്ങുന്നു. The child went towards the snake charmer. അവൻ നേരെ എവിടേക്ക് ഓടിച്ചെന്നു? ആ സ്നേക് ചാമറിന്റെ അരികിലേക്ക് ഓടിച്ചു. But knowing his parents had forbidden him to hear those chords music as the snake charmer played, he proceeded far. പക്ഷേ അവന്റെ പാരന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള മ്യൂസിക് ഒന്നും കേൾക്കരുത്, ഇത്തരത്തിലുള്ള ഇറിറ്റേറ്റിംഗ് മ്യൂസിക് ഒന്നും കേൾക്കരുത് എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവർ ഫോർബിഡ് ചെയ്തിട്ടുണ്ട്. എന്താ ഫോർബിഡ് ചെയ്യുക? വിലക്കുക. അല്ലെ, അപ്പോ വിലക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന്. There was a roundabout in full swing. Men, women, children carried away in a whirling of motion, shrieked and cried with dizzy laughter. The child watched them intently and then he made a bold request. I want to go in the roundabout. Please, father. അപ്പോൾ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സാധനം അല്ലെ. ആൻഡ് ഇൻ ഫുൾ സ്വിംഗ്, അതെന്ത് ചെയ്യാണ്? പൂർണ്ണമായിട്ടും ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ അല്ലെ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം എന്ത് ചെയ്യാണ്? ക്യാരിഡ് അവേ ഇൻ എ വേളിംഗ് മോഷൻ. അവരെല്ലാം ഇങ്ങനെ വേളിംഗ് പോലെ അല്ലെ, എന്താണ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഷ്രീക്ക്ഡ് ആൻഡ് ക്രൈഡ് വിത്ത് ഡിസി ലാഫ്റ്റർ അല്ലെ, എന്താണ്? ദേ ആർ ഷ്രീക്കിംഗ്, അവർ നിലവിളിക്കുന്നുണ്ട് അല്ലെ, ക്രൈ ചെയ്യുന്നുണ്ട്, അലറി വിളിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഇതിനെ ഡിസി ലാഫ്റ്റർ അല്ലെ, ഒരു കുഴഞ്ഞു പറഞ്ഞ, അതായത് ഈ എന്താണ് ഈ വേളിംഗ് തിങ്ങിലേക്ക് കയറുമ്പോൾ തല കറങ്ങുന്നത്, തല ചുറ്റും. അപ്പൊ അവർ തല ചുറ്റലോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. The child watched them intently. അല്ലെ, ആ കുട്ടി എന്ത് ചെയ്തു? അത് തന്നെ കുറെ നേരം നോക്കി നിന്നു. Then he made a bold request. അവൻ വളരെ ബോൾഡ് ആയിട്ട് തന്നെ ഒരു റിക്വസ്റ്റ് അവരുടെ മുന്നിലേക്ക് വെച്ചു. I want to go on the roundabout. Please, father. എനിക്ക് ആ റൗണ്ട് അബൌട്ടിൽ കയറണമെന്ന് എന്ത് ചെയ്തു? അവൻ അവരോട് പ്ലീഡ് ചെയ്തു. There was no reply. He turned to look at his parents. They were not there ahead of him. He turned to look at on either side. They were not there. He looked behind. There was no sign. There was no reply. അവിടെ നിന്ന് എന്ത് കേട്ടില്ല? മറുപടി ഒന്നും തന്നെ കേട്ടില്ല. He turned to look at his parents. അവൻ എന്ത് ചെയ്തു? അവന്റെ പാരന്റ്സിനെ നോക്കി. They were not there. അവൻ അവിടെ ഇല്ല. He turned to look on either side. അവൻ രണ്ട് വശങ്ങളിലേക്ക് എന്ത് ചെയ്തു? അവന്റെ പാരന്റ്സിനെ നോക്കി. They were not there. അവർ അവിടെയും ഉണ്ടായിരുന്നില്ല. He looked behind. അവൻ പുറകിലേക്ക് നോക്കി. There was no sign of them. അവിടെയും അവരുടെ ഒരു സൈൻ, ഒരു അടയാളം പോലും ഇല്ല. A full deep cry rose within his dry throat and with a sudden jerk of his body he ran from where he stood, crying in real fear, "Mother, father." Tears rolled down from his eyes, hot and fierce. His flushed face was convulsed with fear. Panic stricken, he ran to one side first, then to the other, hither and thither in all directions, knowing not where to go. "Mother, father," he wailed. His yellow turban came united in his clothes, become muddy. അപ്പോൾ നോക്കാം. A full deep cry rose within his dry throat. അവന്റെ ഡ്രൈ ത്രോട്ടിൽ നിന്നും, ഒരു വരണ്ട തൊണ്ടയിൽ നിന്നും എന്ത് ചെയ്തു? ഒരു ഫുൾ ഡീപ് ക്രൈ അല്ലെ, വളരെ ഉച്ചത്തിലുള്ള ആഴത്തിലുള്ള ഒരു ക്രൈ അല്ലെ, നിലവിളി ഉയർന്നു.
വിത്ത് എ സഡൻ ജേർക്ക് ഓഫ് ഹിസ് ബോഡി ഹി റാൻ ഫ്രം വെയർ ഹി സ്റ്റുഡ്. അല്ലെ, അവൻ എന്താണ് പെട്ടെന്ന് തന്നെ അവൻ നിന്നിടത്ത് നിന്ന് എന്ത് ചെയ്തു, ഓടാൻ തുടങ്ങി. ക്രൈങ് ഇൻ റിയൽ ഫിയർ. അല്ലെ, ശരിക്കും ഭയപ്പെട്ടവൻ കരയാൻ തുടങ്ങി. എന്നിട്ടോ മദർ ഫാദർ അവൻ വിളിക്കാൻ തുടങ്ങി, അച്ഛ അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങി. ടീയേഴ്സ് റോൾഡ് ഡൗൺ ഫ്രം ഹിസ് ഐസ്. അവന്റെ കണ്ണുകളിൽ നിന്ന് എന്ത് ചെയ്തു, കണ്ണുനീര് ഒഴുകി ഇറങ്ങാൻ തുടങ്ങി. ഇറ്റ് വാസ് ഹോട്ട് ആൻഡ് ഫിയേഴ്സ്. എങ്ങനെയാണ്, ഭയപ്പെടുത്തുന്നതും ചൂടുള്ളതുമായ കണ്ണുനീർ. ഹിസ് ഫ്ലഷ്ഡ് ഫേസ് വാസ് കൺവൾസ്ഡ് വിത്ത് ഫിയർ. അവന്റെ ആ തുടുത്ത മുഖം എന്ത് ചെയ്തു, ഭയം കൊണ്ട് നിറഞ്ഞു. പാനിക് സ്ട്രൈക്കൺ, പരിഭ്രാന്തിയോടുകൂടി ഹി റാൻ ടു വൺ സൈഡ് ഫസ്റ്റ്. ഒരു വശത്തേക്ക് ആദ്യം ഓടി, ദെൻ ടു ദ അതർ, മറ്റേ സൈഡിലേക്കും അവൻ ഓടി. ഹിദർ ആൻഡ് തിദർ ഇൻ ഓൾ ഡിറക്ഷൻസ്. എല്ലാ ഡിറക്ഷനിലും അവിടെയും ഇവിടെ, ഹിദർ ആൻഡ് തിദർ, അവിടെയും ഇവിടേക്കായിട്ട് അവൻ ഓടി. നോയിങ് നോട്ട്സ് വേർ ടു ഗോ. എവിടേക്ക് പോകണമെന്ന് അവൻ അറിയില്ലായിരുന്നു. മദർ ഫാദർ ഹി വെയിൽഡ്. അല്ലെ, അമ്മ അച്ഛ എന്ന് അവൻ കരഞ്ഞുകൊണ്ട് വിളിക്കാൻ തുടങ്ങി. ഹിസ് യെല്ലോ ടർബൻ കെയിം യുണൈറ്റഡ് ആൻഡ് ഹിസ് ക്ലോസ് ബിക്കെയിം മഡി. അല്ലെ, അവന്റെ ക്ലോസ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, മടിയാകാൻ തുടങ്ങി. അല്ലെ, എന്ന് വെച്ചാല് അഴുക്ക് വളരാൻ തുടങ്ങി. അതായത് അവൻ ഈ പൊടിയെല്ലാം അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി ഓടി അവന് അവന്റെ ദേഹമെല്ലാം അഴുക്ക് പുരളാൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു പാർട്ട് തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് അടുത്ത ക്ലാസ്. ഓക്കെ.